എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 10ാം ക്ലാസ് ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ മലയാളം മീഡിയം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി മലയാളം മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, ശേഷം ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കുക. കൂളം പെർ സെക്കൻഡ് ആംപെയർ എന്നെഴുതിയിട്ടുണ്ട്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്നത് ഏതിന് പകരമായിട്ടുള്ള ഒരു യൂണിറ്റാണ്? വോൾട്ട്. ചുവടെ കൊടുത്തവയിൽ നിന്ന് LED ബൾബിൻ്റെ ഭാഗമല്ലാത്തത് ഏതെന്ന് കണ്ടെത്തി എഴുതുക. ഇവിടെ ഡിഫ്യൂസർ കപ്പ്, ഫിലമെൻറ്റ്, ഹീറ്റ് സിങ്ക്, പവർ സപ്ലൈ ബോർഡ് എന്നീ 4 കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. ഇതിൽ LED ബൾബിൻ്റെ ഭാഗമല്ലാത്തത് ഫിലമെൻ്റ് ആണ്. അത് ഫിലമെൻറ്റ് ബൾബിൻ്റെ ഭാഗമായതാണ്. ചുവടെ കൊടുത്ത സർക്യൂട്ട് നിരീക്ഷിക്കുക. 2 ഓം പ്രതിരോധത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്തുക. വൈദ്യുത പ്രവാഹ തീവ്രത കണ്ടെത്താനുള്ള ഇക്വേഷൻ I = V/R എന്നാണ്. ഇവിടെ V = 3 വോൾട്ട് എന്ന് നൽകിയിട്ടുണ്ട്. R = R1 + R2, അതായത് 2 ഓം + 4 ഓം, 6 ഓം ആണ് പ്രതിരോധം. അപ്പോൾ I = V/R എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3/6 = 0.5 ആംപിയർ എന്ന് ഉത്തരം കണ്ടെത്താം. അടുത്ത ചോദ്യം, വൈദ്യുതവാഹിയായ ഒരു ഋജുചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന നിയമത്തിൻ്റെ പേര് എഴുതുക എന്നതാണ്. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലിൻ്റെ വലതുകൈ പെരുവിരൽ നിയമം അല്ലെങ്കിൽ സ്ക്രൂ നിയമമാണ് ഇത് കണ്ടെത്താനായി ഉപയോഗിക്കുന്നത്. അടുത്തത്, ചുവടെ കൊടുത്ത സർക്യൂട്ടുകളിൽ ഏത് സർക്യൂട്ടിലെ ബൾബുകളിലായിരിക്കും കൂടുതൽ ശോഭയോടെ പ്രകാശിക്കുന്നത് എന്നാണ് ചോദ്യം. സർക്യൂട്ട് 2ലെ ബൾബുകളാണ് കൂടുതൽ പ്രകാശിക്കുന്നത്. കാരണം ഇത് പാരലലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ഡിസ്ചാർജ് ലാമ്പിൻ്റെ പ്രവർത്തനം വിശദമാക്കുക. ഒരു ഗ്ലാസ് ട്യൂബിനുള്ളിൽ ഇലക്ട്രോഡുകൾ അടക്കം ചെയ്താണ് ഡിസ്ചാർജ് ലാമ്പുകൾ ഉണ്ടാക്കുന്നത്. ഇവ പ്രകാശം പുറന്തള്ളുന്നത് അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൽ നടക്കുന്ന വൈദ്യുത ഡിസ്ചാർജ് വഴിയാണ്. ഉയർന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നൽകുമ്പോൾ വാതക തന്മാത്രകൾ ഉയർന്ന ഊർജ്ജനില കൈവരിക്കുകയും ഇത്തരം തന്മാത്രകൾ സാധാരണ ഊർജ്ജനിലയിലെത്തി സ്ഥിരത കൈവരിക്കുമ്പോൾ വികിരണ ഊർജ്ജം പുറന്തള്ളുകയും ചെയ്യുന്നു. ഊർജ്ജനിലകളിലെ വ്യതിയാനമനുസരിച്ച് വിവിധ വർണ്ണപ്രകാശങ്ങളും മറ്റു വികിരണങ്ങളും ലഭ്യമാകുന്നു. അടുത്ത ചോദ്യം, 100 ഓം പ്രതിരോധമുള്ള ഒരു താപനോപകരണത്തിലൂടെ 3 ആംപിയർ വൈദ്യുതി പ്രവഹിക്കുകയാണെങ്കിൽ അതിൻ്റെ പവർ എത്രയായിരിക്കും? പ്രതിരോധം ഇവിടെ R = 100 ഓം, വൈദ്യുത പ്രവാഹ തീവ്രത I = 1 ആംപിയർ ആണെങ്കിൽ പവർ കാണാനുള്ള ഇക്വേഷൻ P = I²R എന്നാണ്. I 3ഉം R 100 ഓമും ആയതിനാൽ I² എന്നത് 3² അതായത് 9 ഇൻറ്റു R എന്നത് 100 ഓം ആണ്. 9 × 100 900 വോൾട്ടാണ്, 900 വാട്ടാണ് പവർ. ഇൻകാൻഡസെൻറ്റ് ലാമ്പുകളെ അപേക്ഷിച്ച് LED ലാമ്പുകളുടെ 2 മേന്മകൾ എഴുതുക എന്നാണ് ചോദ്യം. ഫിലമെൻ്റ് ഇല്ലാത്തതിനാൽ താപരൂപത്തിലുള്ള ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നില്ല. മെർക്കുറി ഇല്ലാത്തതിനാൽ പരിസ്ഥിതിക്ക് ഹാനികരമല്ല. കുറഞ്ഞ പവർ ഉപയോഗം, വിവിധ നിറങ്ങളിൽ ലഭ്യമാണ് എന്നതും LED ലാമ്പിൻ്റെ മേന്മകളാണ്. അടുത്തതായി, തന്നിരിക്കുന്ന പ്രസ്താവനകളെ ചുവടെ കൊടുത്ത പട്ടികയിൽ അനുയോജ്യമായി രേഖപ്പെടുത്തുക. ബാർ കാന്തം, അതോടൊപ്പം തന്നെ വൈദ്യുതവാഹിയായ സോളിനോയിഡ് എന്നിങ്ങനെ രണ്ടായാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉത്തരം നോക്കാം. ബാർ കാന്തമായി ഇതിൻ്റെ പ്രത്യേകതകൾ: കാന്തശക്തി സ്ഥിരമാണ്, ധ്രുവത വ്യത്യാസപ്പെടുത്താൻ കഴിയില്ല. അതോടൊപ്പം വൈദ്യുത പ്രവാഹിയായ സോളിനോയിഡിൻ്റെ പ്രത്യേകതയാണെങ്കിൽ ധ്രുവത വ്യത്യാസപ്പെടുത്താൻ സാധിക്കും, കാന്തശക്തി താൽക്കാലികമാണ്. അടുത്തതായി, വൈദ്യുതവാഹിയായ വലിയ രൂപത്തിലുള്ള ഒരു ചാലകം ചിത്രത്തിലേതുപോലെ
ഒരു കാർഡ്ബോർഡിൽ ലംബമായി ക്രമീകരിച്ചിരിക്കുന്നു. എ ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെ കാന്തിക ബലരേഖകൾ ദിശയോടുകൂടി ചിത്രീകരിക്കുക. ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാവുന്നതാണ്. ഇതുപോലെയുള്ള ചിത്രമാണ് ചിത്രീകരിക്കേണ്ടതായിട്ടുള്ളത്. അടുത്ത ചോദ്യങ്ങൾ 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൻ്റെ പ്രവർത്തന തത്വം ഏത്? ഉത്തരം മോട്ടോർ തത്വം. ഈ ഉപകരണത്തിൽ വ്യക്തതയോടെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. ചലിക്കും ചുരുൾ ലൗഡ് സ്പീക്കറിൽ വ്യക്തതയോടെ ശബ്ദം പുനഃസൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥിരകാന്തത്തിന് ഇടയിൽ സ്ഥിതി ചെയ്യുന്ന വോയിസ് കോയിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഡയഫ്രമാണ് ഉത്തരം. ഇതിലെ ഊർജ്ജമാറ്റം എന്താണെന്ന് എഴുതുക. വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജം അല്ലെങ്കിൽ ശബ്ദോർജ്ജമായി മാറുന്നു. അടുത്തതായി, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു സോളിനോയിഡിനെ വലിച്ച് ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നു. സോളിനോയിഡിൻ്റെ കാന്തിക ശക്തിയിൽ എന്ത് മാറ്റം വരും? സോളിനോയിഡിനെ വലിച്ച് ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിച്ചാൽ സോളിനോയിഡിൻ്റെ കാന്തശക്തി കുറയുന്നു. അടുത്ത ചോദ്യം, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക എന്നാണ്. ചുരുളുകൾ തമ്മിലുള്ള അകലം വർദ്ധിക്കുമ്പോൾ യൂണിറ്റ് പരപ്പളവിലുള്ള മണ്ഡലരേഖകളുടെ എണ്ണം കുറയുന്നത് മൂലമാണ് കാന്തശക്തി കുറയുന്നത്. അടുത്ത ചോദ്യം, ഇൻകാൻഡസെൻ്റ് ലാമ്പുകളിൽ ഫിലമെൻ്റ് ചുട്ടുപഴുത്താണ് പ്രകാശം പുറപ്പെടുവിക്കുന്നത്. ഇതിൽ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ പേര് എഴുതുക. ഉത്തരം ടങ്സ്റ്റൺ. ഈ പദാർത്ഥത്തിൻ്റെ 2 സവിശേഷതകൾ എഴുതുക. ടങ്സ്റ്റൻ്റെ 2 സവിശേഷതകൾ എഴുതാനാണ് ചോദ്യം. ഉയർന്ന റെസിസ്റ്റിവിറ്റി, ഉയർന്ന ദ്രവണാങ്കം, നേർത്ത കമ്പികളാക്കാൻ കഴിയുന്നു, ചുട്ടുപഴുത്ത് ധവളപ്രകാശം പുറത്തുവിടാനുള്ള കഴിവ്. ഇതിലേതെങ്കിലും 2 സവിശേഷതകൾ എഴുതുകയാണ് വേണ്ടത്. അടുത്ത ചോദ്യം, പട്ടികയിലെ വിട്ടുപോയ ഭാഗങ്ങൾ ഉചിതമായി പൂരിപ്പിക്കുക എന്നാണ്. ഉപകരണം, ഊർജ്ജമാറ്റം, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം എന്നിവയാണ് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നാമത്തേതിൽ ഉപകരണമായ വൈദ്യുത ബൾബ്, അതിൽ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം പ്രകാശോർജ്ജം അല്ലെങ്കിൽ താപോർജ്ജമായി മാറുന്നു എന്നതാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം പ്രകാശഫലമാണ്. അടുത്തതായി ഇവിടെ ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. അതിനുള്ള ഉപകരണം ഹീറ്റർ അല്ലെങ്കിൽ സോൾഡറിങ് അയൺ ബോക്സ് ഇതിലേതെങ്കിലും എഴുതാവുന്നതാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലമായി താപഫലം. അടുത്തതായി ഉപകരണം മിക്സിയിൽ നടക്കുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു എന്നതാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം യാന്ത്രിക ഫലമാണ്. സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നു എന്നാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലം രാസഫലമാണ്. ചുവടെ കൊടുത്ത പ്രസ്താവനകൾ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കുക. പ്രതിരോധങ്ങളുടെ ശ്രേണി രീതി, പ്രതിരോധങ്ങളുടെ സമാന്തര രീതി എന്നിങ്ങനെ 2ആയി തരംതിരിക്കുകയാണ് വേണ്ടത്. ശ്രേണി രീതിയിൽ വരുന്നത് സഫല പ്രതിരോധം കൂടുന്നു. പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് വോൾട്ടേജ് വിഭജിക്കപ്പെടുന്നു. പ്രതിരോധങ്ങളെ പ്രത്യേകം സ്വിച്ച് വഴി നിയന്ത്രിക്കാൻ കഴിയില്ല എന്നീ 3 പ്രത്യേകതകളാണ് ശ്രേണി രീതിക്കുള്ളത്. പ്രത്യേക സമാന്തര രീതി നോക്കുകയാണെങ്കിൽ പ്രതിരോധങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കറണ്ട് കൂടുന്നു. പ്രതിരോധങ്ങളിൽ താഴ്ന്ന പ്രതിരോധമുള്ളത് ഏറ്റവും കൂടുതൽ ചൂടാകുന്നു. പ്രതിരോധത്തിൻ്റെ മൂല്യത്തിനനുസരിച്ച് കറണ്ട് വിഭജിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം, സർക്യൂട്ട് പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചോദ്യം നോക്കാം. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണക്കാക്കുക. ഇവിടെ R1 എന്നത് 2 ഓം, R2 2 ഓം, അതോടൊപ്പം തന്നെ R3 5 ഓം. ഇങ്ങനെയുള്ള 3 പ്രതിരോധങ്ങളാണ് ചിത്രത്തിലുള്ളത്. സമാന്തര രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ 2 പ്രതിരോധങ്ങളാണ് ഇവിടെ സമാന്തരങ്ങളായിട്ടുള്ളത്. അതായത് അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R1 × R2 ഡിവൈഡഡ് ബൈ R1 + R2 ആണ്. അപ്പോൾ 2 × 2 ബൈ 2 + 2 അത് 1 ഓം എന്നാണ് ഈ ഭാഗത്തെ സഫല പ്രതിരോധം. ഇനി ഇതും കൂടെ കൂട്ടുമ്പോൾ ഇത് 2ഉം കൂടി വരുമ്പോൾ ഇത് ശ്രേണി രീതിയായി വരും. അപ്പോൾ 5 ഓം കൂട്ടണം ഇതിൻ്റെ സഫല പ്രതിരോധമായിട്ടുള്ള 1 ഓം, 6 ഓം ആയിരിക്കും ഇതിൻ്റെ സർക്യൂട്ടിലെ സഫല പ്രതിരോധം. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വോൾട്ട് മീറ്റർ റീഡിങ് എത്ര? വോൾട്ട് മീറ്ററിൽ
വോൾട്ടതയാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വോൾട്ട് കണ്ടുപിടിക്കുന്നതിനും I × R സമാന്തരം എന്നാണ് വരുന്നത്. അപ്പോൾ 2 × 1 അതായത് 2 വോൾട്ട് ആയിരിക്കും വോൾട്ട് മീറ്റർ റീഡിംഗ്. അടുത്തതായി അമ്മീറ്റർ റീഡിംഗ് എത്രയായിരിക്കും എന്നാണ്. I = V/R എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V = 12 വോൾട്ട്. അതോടൊപ്പം തന്നെ R = 6 ഓം എന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ 12/6 2 ആംപിയർ ആയിരിക്കും അമ്മീറ്റർ റീഡിംഗ്. അടുത്ത ചോദ്യം നോക്കാം. വൈദ്യുത മോട്ടോറിൻ്റെ രേഖാചിത്രം തന്നിരിക്കുന്നു. ചിത്രം പരിശോധിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രത്തിൽ കാണുന്ന ദിശയിൽ വൈദ്യുതി കടത്തിവിടുമ്പോൾ ആർമേച്ചറിൻ്റെ ഭ്രമണ ദിശ എന്തായിരിക്കും? ഇവിടെ ഈ ദിശയിലാണ് വൈദ്യുതി കടത്തിവിടുന്നത്. അപ്പോൾ ആർമേച്ചറിൻ്റെ ദിശ അപ്രദക്ഷിണ ദിശയായിരിക്കും. നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക എന്നാണ് ചോദ്യം. AB എന്ന വശത്തിൽ ഫ്ലെമിങ്ങിൻ്റെ ഇടതുകൈ നിയമം ഉപയോഗിക്കുമ്പോൾ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയെ സൂചിപ്പിക്കുകയും വൈദ്യുത പ്രവാഹ തീവ്രത Aയിൽ നിന്നും Bയിലേക്ക് പ്രവഹിക്കുമ്പോൾ പെരുവിരൽ താഴേക്ക് വരുമ്പോൾ അപ്രദക്ഷിണ ദിശയിലുമാണ് തിരിയുന്നത്. R1 R2 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിൻ്റെ പേര് എന്താണ്? ഈ ഭാഗത്തിൻ്റെ ധർമ്മം എന്ത്? ഇവിടെ R1 R2 എന്ന് ഇവിടെയുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. R1 R2 എന്നത് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററുകളാണ്. മോട്ടോറിൻ്റെ ഭ്രമണം തുടർച്ചയായി നിലനിൽക്കണമെങ്കിൽ ആർമേച്ചറിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത ദിശ തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം. ഓരോ അർദ്ധഭ്രമണത്തിന് ശേഷവും സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത ദിശ മാറ്റാൻ സഹായിക്കുന്നത് സ്പ്ലിറ്റ് റിങ്ങുകളാണ്. അടുത്തതായി അമിത വൈദ്യുത പ്രവാഹം മൂലം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് വൈദ്യുത സർക്യൂട്ടിനെ രക്ഷിക്കാനുള്ള സുരക്ഷാ സംവിധാനമാണ് ഫ്യൂസ്. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥം ഏത്? ഉത്തരം ടിന്നിൻ്റെയും ലെഡിൻ്റെയും ലോഹസങ്കരം. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥത്തിൻ്റെ പ്രധാന സവിശേഷത എന്ത്? താഴ്ന്ന ദ്രവണാങ്കം. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ ഘടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഴുതുക. ഫ്യൂസ് വയറിൻ്റെ അഗ്രങ്ങൾ യഥാസ്ഥാനങ്ങളിൽ ദൃഢമായി ബന്ധിപ്പിക്കണം. ഫ്യൂസ് വയർ കാരിയർ ബേസിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കരുത്. ആവശ്യമായ ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ ഉപയോഗിക്കുക. ഇതിലേതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതിയാകും. അടുത്ത ചോദ്യം. ഒരു സോളിനോയിഡിനെ സെല്ലുമായി ബന്ധിപ്പിച്ചതിൻ്റെ സർക്യൂട്ട് ചുവടെ നൽകുന്നു. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ A എന്ന അഗ്രത്തിലെ കാന്തിക ധ്രുവ ദിശ എന്തായിരിക്കും? A എന്ന ദിശ കാന്തിക ഉത്തര ധ്രുവമായിരിക്കും ഉണ്ടാകുന്നത്. A എന്ന അഗ്രത്തിലെ കാന്തിക ധ്രുവത എതിർദിശയിലാക്കുന്നതിന് ഒരു മാർഗം നിർദ്ദേശിക്കുക. ഒന്നുകിൽ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ ദിശ നേർവിപരീതമാക്കുക, അല്ലെങ്കിൽ Aയുടെ ഭാഗത്ത് വയറിൻ്റെ ചുറ്റുകൾ പ്രദക്ഷിണ ദിശയിലാക്കുക, അല്ലെങ്കിൽ ബാറ്ററിയുടെ ടെർമിനലുകൾ നേർവിപരീതമാക്കുക. ഇതിലേത് ചെയ്താലും A എന്ന അഗ്രത്തിൻ്റെ കാന്തിക ധ്രുവത എതിർദിശയിലേക്ക് മാറുന്നത് നമുക്ക് കാണാവുന്നതാണ്. അടുത്തതായി വൈദ്യുതവാഹിയായ സോളിനോയിഡിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ ശക്തി കൂട്ടുന്നതിനുള്ള എന്തെങ്കിലും 2 മാർഗങ്ങൾ എഴുതുക. കാന്തിക ശക്തി വർദ്ധിപ്പിക്കാനായി ചുരുളുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, വൈദ്യുത പ്രവാഹ തീവ്രത വർദ്ധിപ്പിക്കുക, സോളിനോയിഡിൻ്റെ പ്രതല വിസ്തീർണം വർദ്ധിപ്പിക്കുക. അടുത്തതായി ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി പ്രവഹിക്കുമ്പോൾ താപോർജ്ജം രൂപപ്പെടുന്ന പ്രവർത്തനമാണ് ജൂൾ ഹീറ്റിംഗ്. ജൂൾ നിയമം പ്രസ്താവിക്കുക എന്നാണ് ചോദ്യം. ജൂൾ നിയമം വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിൻ്റെ അളവ് വൈദ്യുത പ്രവാഹ തീവ്രതയുടെ വർഗത്തിൻ്റെയും ചാലകത്തിൻ്റെ പ്രതിരോധത്തിൻ്റെയും വൈദ്യുതി പ്രവഹിക്കാനെടുക്കുന്ന സമയത്തിൻ്റെയും ഗുണനഫലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. H is proportional to I² RT അല്ലെങ്കിൽ H = I² RT എന്നുകൂടി നിങ്ങൾക്ക് ഉത്തരത്തിൽ എഴുതാവുന്നതാണ്. അടുത്ത ചോദ്യം. 200 ഓം പ്രതിരോധത്തിലൂടെ 0.3 ആംപിയർ കറണ്ട് 5 മിനിറ്റ് നേരം കടത്തിവിട്ടാൽ എത്ര കലോറി താപം ഉൽപ്പാദിപ്പിക്കുമെന്ന് കണക്കാക്കുക. വൈദ്യുത പ്രവാഹ തീവ്രത I = 0.3 ആംപിയർ, R = 200 ഓം, സമയം 5 മിനിറ്റ്, അതായത് SI യൂണിറ്റിലേക്ക് മാറ്റുമ്പോൾ 300 സെക്കൻഡ്. താപത്തിൻ്റെ അളവ് H = I² RT ആണ്. അത് ഇക്വേഷനിൽ ഡയറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3² × 200 × 300 എന്ന് വരും. അപ്പോൾ ഉത്തരം 5400 ജൂൾ എന്ന് വരും. ഇനി കലോറിയിൽ
സൂചിപ്പിക്കേണ്ടതിനാൽ ഉത്തരത്തിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. അതായത് 5400 ഡിവൈഡഡ് ബൈ 4.2 1285.71 കലോറി എന്ന് ലഭിക്കും. ഇതോടുകൂടി മലയാളം മീഡിയം ചോദ്യങ്ങൾ അവസാനിക്കുന്നു. അടുത്തതായി 10ാം ക്ലാസ് ഫിസിക്സിലെ ഇംഗ്ലീഷ് മീഡിയം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദി ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദി സെക്കൻഡ് പെയർ. കുളം പെർ സെക്കൻഡ് ആംപെയർ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജൂൾ പെർ സെക്കൻഡ് എന്നത് വോൾട്ട് ആയിരിക്കും. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് LED ബൾബ്? ആൻസർ ഫിലമെൻറ്റ്. ഒബ്സർവ് ദി സർക്യൂട്ട് ഡയഗ്രാം. ഫൈൻഡ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ 2 ആംപിയർ റെസിസ്റ്റർ. Current I equal to V by R. Here V equal to 3 volt and R equal to R1 plus R2, that is 4 plus 2 equal to 6 ohm. Therefore I equal to V by R, which implies 3 by 6 equal to 0.5 ampere. Name the rule to determine the direction of magnetic field around a straight conductor carrying current. ആൻസർ മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ സ്ക്രൂ റൂൾ. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദി ഗിവൺ സർക്യൂട്ട്സ് ഡു ദ ബൾബ്സ് ഗ്ലോ വിത്ത് ഹൈ ഇൻറ്റൻസിറ്റി? ആൻസർ സർക്യൂട്ട് 2 because parallel connection. Explain the working of discharge lamp. Discharge lamps are glass tube fixed with 2 electrodes. They emit light as a result of discharge of electricity through the gas filled in the glass tube. When a high potential difference is applied, the gas molecule get excited. Excited atoms come back to their original states for attaining stability. During this process, the energy stored in them will be radiated as light. അടുത്ത ചോദ്യം. A heating appliance has a resistance of 100 ohm. If 3 ampere current flows through it, what is the power of the appliance? Resistance equal to 100 ohm, current equal to 3 ampere. Therefore, P equal to I square R, that is 3 square into 100, that is 900 watt. Next question. Write out 2 advantages of LED bulbs over incandescent lamps. Answer. Low power consumption, long life, available in different colors. Classify the following statements and write them down in the table suitably. Bar magnet and solenoid carrying current. Here, bar magnet side, the magnetism is permanent. The polarity cannot be changed. And solenoid carrying current is, the polarity can be changed. The magnetism is temporary. Next question. A current carrying circular coil is inserted through a cardboard and kept in a vertical position as shown in figure. Draw the pattern of magnetic field lines around A and B and mark their direction. The picture is shown in your screen. അടുത്തായി 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ ഉത്തരങ്ങളും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്.